നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ വെയിറ്റ് ലോസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം ആൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒന്നും തന്നെ ഉണ്ടാവാനും പാടില്ല. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവേണ്ടത്. ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് ഒട്ടുമിക്ക സമയത്തും നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്. കാരണം പലരും പറയാറുണ്ട്, നിങ്ങൾ ഒരു 1 to 2 month ഒക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ വലിയ രീതിയിലുള്ളൊരു വെയിറ്റ് ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അവർ ചിലപ്പം പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ഡി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ HB ഒക്കെ നോക്കുന്ന സമയത്ത് അത് വല്ലാതെ കുറഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരുന്നത്. പക്ഷേ നിങ്ങൾ അതിൽ അത്യാവശ്യം നോളജ് ഉണ്ട്, നിങ്ങൾക്ക് അതെങ്ങനെ ഡയറ്റ് എടുക്കണം, എത്ര അളവിൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം ഒരു ഡയറ്റ് എടുക്കേണ്ടത് എന്നുള്ളൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ആ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കാം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കാം. പക്ഷേ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ്, പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഒരു തിങ്കിങ്ങിൽ നമ്മളെല്ലാവരും തന്നെ ഡയറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരുപാട് ഡെഫിഷ്യൻസീസ് വരുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് മീൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വേണം, നല്ല പ്രോട്ടീൻസ് വേണം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പുകൾ ഇത് അത്യാവശ്യമായിട്ട് വേണം. കാരണം നമ്മുടെ ഒരു ശരീരത്തിനുള്ളിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്. അപ്പോൾ ഈ അവയവങ്ങൾക്കൊക്കെ അവരുടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അളവിൽ ഈ പറഞ്ഞ ഐറ്റംസുകൾ നിർബന്ധമാണ്. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പം ലിവറിനായിക്കോട്ടെ അല്ലെങ്കിൽ കിഡ്നിക്കായിക്കോട്ടെ എല്ലാം തന്നെ ഡീടോക്സിഫിക്കേഷൻ ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, റെസ്പിറേഷൻ ഉണ്ട്, നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. അതുപോലെ ശരീരത്തിനുള്ളിലാണെങ്കിലും ഈ സർക്കുലേഷൻ നടന്നുകൊണ്ട് രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. കിഡ്നി ആണെങ്കിലും അത് ഫിൽട്രേഷൻ ചെയ്യുന്നു, ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യുന്നു. ലിവറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നു, ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബൈലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു ഫങ്ഷൻസ് എല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എനർജി വേണം. അപ്പം നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് പട്ടിണി കിടന്നിട്ട് ഡയറ്റ് എടുക്കരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്, ഡയറ്റ് എടുത്തു പെട്ടെന്ന് മരിച്ചു, അല്ലെങ്കിൽ അമിതമായിട്ട് വ്യായാമം ചെയ്തു കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒന്നും നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് നടക്കാതെ വരിക. അത് നടക്കാതെ വരുന്നതിനുള്ളൊരു കാരണം എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തുന്നില്ല. വെറുതെ നിങ്ങൾ വിശക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ വെള്ളം കുടിച്ചിട്ട് ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫുൾ ടൈം വെള്ളം കുടിച്ചിട്ടിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാം, അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു ഹെൽത്തി രൂപമല്ല ഒരിക്കലും. കാരണം വെള്ളത്തിനകത്ത് എന്താ 0 കലോറിയാണ്, അതിനകത്ത് വലിയ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ വെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ചില ആളുകളുണ്ട് ഫ്രൂട്ട് ജ്യൂസസ് മാത്രം കുടിക്കും, 2 നേരമൊക്കെ രാവിലെയും ഉച്ചയ്ക്കും ജ്യൂസ് കുടിച്ചിട്ട് വൈകുന്നേരം മറ്റെന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതും എന്താണ് ഹെൽത്തി അല്ല. ചില ആളുകൾ സ്കിപ്പ് ചെയ്യും, 2 നേരത്തെ ഫുഡുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് 1 നേരം മാത്രം കഴിക്കും. അതൊക്കെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള രൂപമാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ 3 നേരമായിട്ടും ചെറിയൊരളവിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്ത് കഴിക്കണം? ഭക്ഷണം കഴിച്ചിരിക്കണം. അത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ പലരും തന്നെ ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പലരും ഈ ഒരു ഡയറ്റ് കഴിയുമ്പോഴേക്കും പല ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അപ്പം ഡയറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഡയറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ചില ആളുകളുണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ചെറിയൊരു മെഡിസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്ലിമെൻറ്റ്സോ ഒക്കെ കിട്ടുമ്പോഴേക്കും വാങ്ങി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഡയറ്റ് നിർബന്ധമാണ്. നിങ്ങളൊരു സപ്ലിമെൻറ്റ് കഴിച്ചുകൊണ്ട് നിങ്ങൾ എത്ര കാലം എടുക്കും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ? ഒരു സപ്ലിമെൻറ്റ് നമ്മൾ കഴിച്ച് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു 2-3 വർഷം ഈ സപ്ലിമെൻറ്റ് കഴിക്കേണ്ടി വരും. ഈ 2 to 3 years ഒക്കെ ഒരു സപ്ലിമെൻറ്റ് കഴിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളൊരു 1 month ഒരു സപ്ലിമെൻറ്റ് കഴിച്ച് അതിൻ്റെ കൂടെ ഒരു ഡയറ്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സപ്ലിമെൻറ്റ് അനാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങി കഴിക്കാനും പാടില്ല. അവരിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കണ്ടറിൽ പലരും സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പം അതും കറക്റ്റ് നമ്മുടെ ബോഡിക്ക് അത് പറ്റുന്നതാണോ? പിന്നെ നമ്മളൊരു സപ്ലിമെൻറ്റിനെ അങ്ങ് ഡിപ്പെൻഡായിട്ട് ജീവിക്കാനും പാടില്ല ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഹാർട്ട് കംപ്ലയിൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നി കംപ്ലയിൻസ് ഉള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ ഡയറ്റിന് എടുക്കുന്ന സമയത്ത് മറ്റുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് മാക്സിമം കുറയ്ക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം ഒരു ഡയറ്റിൽ നല്ലൊരു ബാലൻസ്ഡ്
ഹെൽത്തി മീൽസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ ഡയറ്റിലൂടെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലതാണ്. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു 20 വയസ്സ് വരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ അത്യാവശ്യം ഓട്ടവും ചാട്ടവും, നിങ്ങൾ ഒരു റെസ്റ്റ് ഇല്ലാത്ത, ഒരുപാട് പഠിക്കേണ്ടതും എല്ലാമായിട്ട് നമുക്ക് അത്യാവശ്യം എനർജി ലോസ് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് നമുക്ക് വലിയൊരു എനർജി ലോസ് ഇല്ല, ബോഡിക്ക് ഒരു വലിയ എനർജി ലോസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം അതും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സമയത്തിനുള്ളിൽ. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിൽ മാത്രമേ ന്യൂട്രീഷൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടാവും, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ. അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട്, ഒരു കൺസൾട്ടേഷനിലൂടെ നമുക്ക് വെയിറ്റ് ഒരു 1 മന്ത് കൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഒരുപാടൊന്നും വിചാരിക്കരുത്, 1 മാസം കൊണ്ട് 10-15 കിലോ കുറയ്ക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ചില ആളുകളുടെ ബോഡി പെട്ടെന്ന് സ്റ്റെക്കാവും. അപ്പം അങ്ങനെ കുറേ വേരിയേഷൻസ് ഉണ്ടാവും. അതൊക്കെ പക്ഷേ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.